ഡൈനമിറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി, പക്ഷേ പല കാരണങ്ങളാൽ ഇത് താമസിച്ചു പോയി. ഏതായാലും അവസാനം ഇത് തുടങ്ങുവാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്യും. ശാസ്ത്രം, തത്വശാസ്ത്രം, മതം, രാഷ്ട്രീയം, അങ്ങനെയെല്ലാം. ഒരു വിഷയവും ഒരു വിശ്വാസവും വിശകലനത്തിന് പുറത്തല്ല. നിലവിലുള്ള സകല വിശ്വാസങ്ങളെയും ഇവിടെ വിസ്തരിക്കും. നിങ്ങളുടെ ഇതുവരെയുള്ള പല വിശ്വാസങ്ങളെയും അടിമേൽ മറിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയും. മാറി ചിന്തിക്കുവാനും നിലവിലുള്ളവയെ ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സത്യത്തെ തടഞ്ഞു നിർത്തുന്ന ചിന്തകളുടെ മതിലുകൾ തകർക്കാൻ ഒരുമിച്ച് ചേരാം. എന്നെ അടുത്തറിയാവുന്നവർക്ക് പലർക്കും ഈ ചിന്തകളുടെ ചില ഭാഗങ്ങൾ അറിയാം. ഞാൻ കണ്ണൂർ പോളിയിൽ പഠിക്കുന്ന കാലത്ത് ആണ് ഡൈനമൈറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്. കള്ളും കഞ്ചാവും നന്നായി സ്വാധീനിച്ച ചിന്തകളിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രചോദനമുണ്ടായത്. തമാശ എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രസ്ഥാനം കുറേ ക്യാമ്പസുകളിൽ, കണ്ണൂരിന് ചുറ്റും കോഴിക്കോടും ഒക്കെയുള്ള കുറേ ക്യാമ്പസുകളിൽ ഇതിന് അനുയായികളുണ്ടായിരുന്നു. പ്രധാനമായും ഇതിൻ്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നും അല്ല ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പിള്ളേർ അന്നെന്ന് പറഞ്ഞാൽ ഈ ഡയലോഗുകളുടെ പുറകെ നടക്കുന്ന കാലമായിരുന്നു. അപ്പം ആളുകൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഡയലോഗുകൾ ഡൈനമിറ്റ് പ്രസ്ഥാനത്തിൻ്റെതായി ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ ആൾക്കാർ അതിനകത്ത് ആകൃഷ്ടമായി. എന്നാലും കുറച്ചാളുകൾ വളരെ ശക്തമായി ഈ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുകയും ഇത് നടപ്പിലാകുമെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളും ഇതിന് കാരണമായി. ഇങ്ങനെയൊരു ചിന്താഗതി അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടാക്കാനും ഇങ്ങനെയൊരു തത്വശാസ്ത്രം ഉണ്ടാക്കാനും കാരണമായിരുന്നു. അന്ന് അതിഭീകരമായ തൊഴിലില്ലായ്മ നാട്ടിൽ നിലനിൽക്കുന്ന കാലമാണ്. ജോലി അന്വേഷിച്ച് നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവിടെ ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ പുറത്ത് പ്രദർശിപ്പിച്ചിരുന്ന കാലം. അതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നൊന്ന് അസ്തിത്വവാദത്തിൻ്റെ പ്രചരണമാണ്. അത് നല്ലൊരു പ്രചാരം. നമ്മുടെ ക്യാമ്പസുകളിൽ അതിന് ഭയങ്കര സ്വാധീനമുണ്ടായിരുന്നു. നല്ല ഡയലോഗുകൾ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാലം. അസ്തിത്വവാദത്തിനകത്ത് നല്ല 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 തീ പറക്കുന്ന ഡയലോഗുകൾ കിട്ടുമായിരുന്നു. അപ്പം അതൊക്കെ ഒരു സ്വാധീനം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ, അന്നത്തെ വേറൊരു പ്രധാനപ്പെട്ട കലാപരിപാടി എന്തായിരുന്നു ചോദിച്ചാൽ, എല്ലാ പ്രദേശത്തും ഗ്രാമങ്ങളിലായിക്കോട്ടെ അങ്ങനെ ഏത് സ്ഥലത്താണെങ്കിലും സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ എന്നിവ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. അതൊക്കെ തന്നെ ഈ മധുരമനോഹര സ്വപ്നസുന്ദരമായ സോവിയറ്റ് യൂണിയനെ പ്രകീർത്തിക്കുന്ന വിധത്തിലുള്ള സിമ്പോസിയങ്ങൾ. അതിനകത്ത് സോക്കോൾഡ് ബുദ്ധിജീവികൾ അവരിങ്ങനെ വന്നിട്ട് സോവിയറ്റ് യൂണിയന്റെ മധുരമനോഹരമായ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയും. അതൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പം അത് ഓർമ്മയുണ്ടാവുള്ളൂ. പക്ഷേ 70s 80s ആ കാലഘട്ടങ്ങളിലൊക്കെ ഇതങ്ങനെ ലോകം മുഴുവൻ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഏകാധിപത്യം എന്നുള്ള ഒരു ലൈനിലുള്ള എല്ലാത്തിനോടും എനിക്ക് എതിർപ്പായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനെ ഇങ്ങനെ പ്രകീർത്തിച്ച് നടക്കുന്ന പല സ്ഥലത്തും പല സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട്. അപ്പം ഇതും ഒരു കാരണമായി. അത് എന്നെ പ്രചോദിപ്പിച്ചു അതിനെതിരായുള്ള ചിലത് ചെയ്യാൻ. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം, അതിൻ്റെ കാര്യങ്ങളിലേക്ക്. ഇപ്പം ഞാൻ കടക്കുന്നില്ല. മറ്റൊരു തമാശ, അന്ന് ഈ തിയറി വെച്ച് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ കഷ്ണങ്ങളായി ചെതറിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതെവിടെയോ ഒന്ന് പ്രിന്റ് ചെയ്തും വന്നിരുന്നു കേട്ടോ. ഏതോ ചെറിയ അന്നത്തെ കാലത്ത് ഇങ്ങനെ ചെറിയ പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു 6 മാസം കാണും, പിന്നെ പൂട്ടിപ്പോകും. അപ്പം അങ്ങനെ ഏതോ ഒരു പ്രസിദ്ധീകരണം, ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ഏതോ ഒന്നിനകത്ത് വന്നിരുന്നു. അന്ന് ആ കാലത്ത് ഈ കോളേജുകളിൽ ഇടതുപക്ഷ ചായ്വുള്ള ആണുങ്ങളോടാണ് പെൺകുട്ടികൾക്കൊരു അടുപ്പം ഉണ്ടായിരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ SFI അങ്ങനെയുള്ള അല്ലെങ്കിൽ AISF പോലെയുള്ള സംഘടനകളോടല്ല. പകരം അന്ന് എനിക്ക് തോന്നുന്നു മിനിമം 6 നക്സലൈറ്റ് ഗ്രൂപ്പുകൾ ഞങ്ങളുടെ പോളിയിലുണ്ടായിരുന്നു, പ്ലസ് SUCI. അപ്പം ഇങ്ങനെയുള്ള ആളുകളോടായിരുന്നു പെൺകുട്ടികൾക്ക് ഒരു താല്പര്യം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ വല്ല വിപ്ലവകരമായ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം അത് കേൾക്കുമ്പോൾ ഇവരിങ്ങനെ കണ്ണൊക്കെ വീഴ്ച പെണ്ണുങ്ങൾ നിൽക്കുമായിരുന്നു. പെൺകുട്ടികളുടെ ആകർഷണം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് പല വഴികളിൽ കൂടെ ആൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത് ആ കാലത്ത്. അപ്പോൾ അത് ഒരു കാരണമാണ്. നമുക്ക് കുറച്ച് നല്ല ഡയലോഗുകളിൽ ഒരു സംഭവം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിന് ഒരു കാരണമായിരുന്നു അത്. അങ്ങനെ അസ്തിത്വവാദത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ അസ്തിത്വവാദത്തിൻ്റെ ഭാഗമായി വളരെ വിശാലമായി ഒരു ഫിലോസഫിക്കൽ പഠനം നടത്തുന്നു. പണ്ട് ഞാൻ കുറേ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും വളരെ ആഴത്തിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അസ്തിത്വവാദം എന്ന് പറയുന്നതിനകത്ത് കഞ്ചാവിൻ്റെ സ്വാധീനം ഭയങ്കരമായിരുന്നു, കള്ളിൻ്റെ സ്വാധീനവും ഭയങ്കരമായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു സ്വാധീനത്തിലാണ് നമ്മളിതെല്ലാം പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ
എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും അടിസ്ഥാനപരമായി വലിയൊരു ബലഹീനതയുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ബലഹീനത മറികടന്ന് ഒരു ആശയം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമാണ് പിന്നീട് ഇത് സംഭവിക്കുന്നത്. ഈ ഹോപ്പിസം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഹോപ്പിസത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തു. തത്വശാസ്ത്രങ്ങളെ വിലയിരുത്തി, സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്തി, സാമൂഹിക പ്രശ്നങ്ങളെ വിലയിരുത്തി, ശാസ്ത്ര സത്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെപ്പോലും ഹോപ്പിസത്തിലെ ഒരു നിയമം അനുസരിച്ച് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു അടിസ്ഥാന ശാസ്ത്ര സത്യം വരെയും തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഹോപ്പിസം കൊണ്ട് ഈസി ആയിട്ട് പറ്റുമെന്ന് മനസ്സിലാകുന്നത്. പിന്നെന്താ ഇത് ഇത്രയും കാലം താമസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങളും വളരെ ലളിതമാണ്. ഒരു കാര്യം, അന്ന് നമുക്ക് ഇങ്ങനെ ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനോ ഈ സാധനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന സത്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തത്വശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു, നിലവിലുള്ള ഒരുപാട് വിശ്വാസങ്ങളെ ഇത് മാറ്റിമറിക്കും. എനിക്ക് എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധങ്ങൾ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവരെ പലരെയും ഇത് വിഷമിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറേ കാലം ഇത് പിടിച്ചു വെച്ചത്. പിന്നെ എന്താ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പലതാണ്. ഒന്ന്, ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി വലിയ കാലതാമസം ഇല്ലല്ലോ, തട്ടിപ്പോവുകയല്ലേ. അപ്പോൾ അതിനു മുമ്പേ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്നതാണ് ഒരു കാര്യം. എൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തത്വശാസ്ത്രം. അപ്പം ഇത് ഞാൻ പറയാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്നോട് കാണിക്കുന്ന ഒരു വലിയ തെറ്റാണ്. രണ്ടാമത്തെ കാരണം, പണ്ടത്തെക്കാളും മയപ്പെടുത്തി കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. പ്രായം തരുന്ന ഒരു പക്വതയാണത്. ആർക്കും വലിയ മുറിവുകൾ ഏൽപ്പിക്കാതെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. നമ്മുടെ സങ്കല്പത്തിലുള്ള മനുഷ്യ ജീവിതം, സമൂഹം എന്നിവയൊക്കെ ഇനി കുറേ കാലം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഇത് പറയാനുള്ള മറ്റൊരു കാരണം. പിന്നെ ഇപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ലഭ്യത, അപ്പം എനിക്കിത് പ്രസിദ്ധീകരിക്കാൻ മറ്റൊരുപാട് പേരുടെ സഹായം ആവശ്യമില്ല. പണ്ട് പഠിക്കുന്ന കാലത്താണെങ്കിലും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന കാലഘട്ടങ്ങളിലാണെങ്കിലും എന്നെ അടുത്തറിയാവുന്നവർക്ക് അല്ലെങ്കിൽ എന്നോട് അടുപ്പമുണ്ടായിരുന്നവർ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ച ഉയരങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ എത്തിയില്ല. ഈ ഉയരങ്ങളിൽ എത്താതിരിക്കാനുള്ള പ്രധാന കാരണം ഈ തത്വശാസ്ത്രം തന്നെയാണ്. ഈ പറയുന്ന കള്ളികളിലൊക്കെയുള്ള നേട്ടങ്ങൾ ഞാൻ പറയുന്ന വിശ്വാസ പ്രമാണത്തിന് എതിരാണ് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ മാറി നിന്നത്. വിശദമായി ഞാൻ പിന്നീട് പറയാം. ഹോപ്പിസവും മറ്റ് തത്വശാസ്ത്രങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞാൽ മാത്രമേ ഇതിന് പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ലോകത്ത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും, അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ, അവരെല്ലാവരും അവകാശപ്പെട്ടിട്ടുള്ളത് അവരുടെ തത്വശാസ്ത്രമാണ് ഏറ്റവും മുന്തിയതെന്നും ഇത് ലോകാവസാനം വരെയുള്ളതാണെന്നും ഇതിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും പറ്റുമെന്നാണ് അവകാശപ്പെടാറ്. അങ്ങനെയല്ല എന്നുള്ള സത്യം നമുക്കറിയാം. അങ്ങനെ അത് സംഭവിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഒന്നും തന്നെ ഈ ലോകത്ത് ശാശ്വതമായി നടന്നിട്ടില്ല, നിൽക്കുന്നില്ല, നടക്കുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹോപ്പിസത്തിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹോപ്പിസം പറയുന്നത് ഇത് അവസാനത്തെ തത്വമല്ല, അങ്ങനെ ആവരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അവിടെയാണ് വ്യത്യാസം. ഹോപ്പിസം എന്ന് പറയുന്നത് ഭാവിയിൽ മറ്റൊരു തത്വശാസ്ത്രം ഇതിനേക്കാൾ നല്ലൊരു തത്വശാസ്ത്രം വന്ന് ഇതിനെ പുറത്താക്കണമെന്നാണ് ഹോപ്പിസത്തിൻ്റെ ആഗ്രഹം. അതാണ് പരമപ്രധാനമായ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാം, അതേപോലെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാതിരിക്കാം, അങ്ങനെ എന്തിനെങ്കിലും വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഒരു മനുഷ്യന് പറ്റും. പക്ഷേ തലച്ചോറ് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും പ്രതീക്ഷാവാദത്തിന്റെ അടിസ്ഥാന നിയമം വിശ്വസിക്കാതെ ഒരു നിമിഷത്തിന്റെ എത്രയോ കോടിയുടെ അംശം സമയം പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യരല്ല, എന്തും വർത്തമാനകാലത്തിലല്ല ജീവിക്കുന്നത്. അത് ഭൂതകാലത്തിൽ ആണ് ഒരു മനുഷ്യനാകുന്നത് അല്ലെങ്കിൽ ഒരു വസ്തുവാകുന്നത്. വർത്തമാനകാലം എന്നൊരു കാലമില്ല, എല്ലാം തന്നെ ഭൂതമാണ്. ഇനിയുള്ളത് ഭാവിയാണ്. ഭാവി എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. അത് ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാനും പറ്റില്ല, മരിക്കാനും പറ്റില്ല. ആത്മഹത്യ ചെയ്യണമെങ്കിൽ പോലും ഈ പ്രതീക്ഷ ഉണ്ടാവണം. അതാണ് ഈ പ്രത്യയശാസ്ത്രവും മറ്റ് പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ രണ്ടാമത്തെ കാര്യം. ഈ തത്വശാസ്ത്രം ഹോപ്പിസം പ്രവർത്തിക്കുന്നത് ചില വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാണ്. ആ നിയമങ്ങൾ
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ പാർട്ടിയാകട്ടെ, മതമാകട്ടെ, നിങ്ങളുടെ കുടുംബമാകട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളാകട്ടെ, അതിനകത്ത് ഈ നിയമങ്ങൾ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആ നിയമങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തരും. നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സംഗതിയും നിങ്ങളും തമ്മിലുണ്ടാകുന്ന യഥാർത്ഥ ബന്ധം എന്ത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. അതായത് ഇപ്പോഴുള്ള സാമൂഹ്യ പ്രശ്നങ്ങളാകട്ടെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും കുറേയേറെ മാറിപ്പോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പൂർണ്ണ രൂപം ഇപ്പോഴൊന്നും ഞാൻ പുറത്തുവിടില്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെന്റെ ജീവിതത്തിന്റെ ആകത്തുകയാണ്. അപ്പം കൊള്ളാവുന്ന ഒരു ഓഡിയൻസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഞാൻ പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഈ പ്രത്യയശാസ്ത്രം വെച്ച് നമുക്ക് സമകാലിക സാമൂഹിക സംഭവങ്ങളെ ഒന്ന് വിലയിരുത്താം. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ചാനലിന്റെ രൂപഭംഗിയെ പറ്റിയൊന്നും വലിയ ആശങ്കയൊന്നും വേണ്ട. ഞാനിത് വലിയ പരിചയമുള്ള ആളല്ല. അത് കുറച്ചും കൂടി ഞാൻ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നാകും. പിന്നെ മാത്രമല്ല, ഞാൻ അത്ര വലിയ ശ്രദ്ധിക്കുന്നുമില്ല. ഇതിനകത്തെ കണ്ടന്റാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ കാണാനുള്ള ഭംഗിയല്ല. ആദ്യം ഞാനിതൊരു പ്രസന്റേഷൻ രൂപത്തിലാണ് അവതരിപ്പിക്കുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ എൻ്റെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ ഞാൻ തന്നെ വീഡിയോയിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിനകത്ത് പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്ന പതിവ് കലാപരിപാടികൾ ചെയ്യുക. ഹോപ്പിസത്തിന്റെ ഉത്ഭവത്തിൽ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും ഒക്കെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു സാമൂഹ്യ വിഷയവും ഇപ്പം ലോകമെമ്പാടും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ രാസലഹരി ആണ് നമ്മുടെ ആദ്യത്തെ വിഷയം. എങ്ങനെയാണ് ലഹരിക്ക് മനുഷ്യൻ അടിമയാകുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങളാരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളല്ല ഇവയ്ക്കൊന്നിനും ഹോപ്പിസത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത് എന്നത് നിങ്ങൾക്ക് കേട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എവിടെയാണ് കാലങ്ങളായി നമുക്ക് പിഴച്ചു പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഞാൻ നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മുൻകൂട്ടി അത് ഫേസ്ബുക്കിൽ അറിയിക്കാം. നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.